അമ്മു എണീക്കമ്മു. സമയം കുറേ ആയി, 4:30 കഴിഞ്ഞു. നമുക്ക് പോകണ്ടേ? ഒരു യാത്ര പോവല്ലേ? എത്ര നാളായി പോയിട്ട്. എണീക്കൂ. ശരി. ഹായ് വ്യൂവേഴ്സ്, ഗോപുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, കമൻറ്റുകൾ എഴുതുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വളരെ മനോഹരമായ ഒരു ഭക്തിഗാനത്തിൻ്റെ 2 വരികൾ ഞാൻ പാടാം. ശങ്കരന ജലം കൈലാസം പങ്കജാക്ഷനോ തിരുപ്പതി ശങ്കര പങ്കജാക്ഷ കുമാരൻ ശാസ്താവിന്മാമല ശബരിമല. ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് പാടിയതിൽ കുറ്റവും കുറവും ഒക്കെ കാണാൻ ക്ഷമിക്കുക. ഇതിൽ പറഞ്ഞതുപോലെ ശങ്കരൻ, അതായത് ഭഗവാൻ ശിവൻ കൈലാസത്തിലും മഹാവിഷ്ണുവിൻ്റെ ഇത് തിരുപ്പതിയിലുമാണെന്ന് പറയുന്നെങ്കിലും നമ്മളിത് രണ്ടും കൂടെ ചേർന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ശിവായ വിഷ്ണുരൂപായ ശിവരൂപായ വിഷ്ണുവേ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം വിഷ്ണുസ് ബ്യൂട്ടി, അവതാർ, എവറിത്തിങ് ഈസ് സെയിം ആസ് ശിവ എന്നാണ് പറയുന്നത്. ശിവരൂപായ എന്നല്ലേ പറയുന്നത്. സെയിം ആണ് വിഷ്ണുവിൻ്റെ. വിഷ്ണു എന്ന് പറഞ്ഞാൽ ശിവനാണ്, ശിവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ആണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണുസ്യ ഹൃദയം ശിവ എന്നൊരു പറച്ചിലും ഉണ്ട്. അതായത് വിഷ്ണു റിസൈഡ്സ് ഇൻ ദ ഹാർട്ട് ഓഫ് ശിവ ആൻഡ് ശിവ റിസൈഡ്സ് ഇൻ ദ ഹാർട്ട് ഓഫ് വിഷ്ണു എന്നാണ് അതിൻ്റെ അർത്ഥം. യത്തം ശിവമയോ വിഷ്ണുഹു ഏവം വിഷ്ണുമയ ശിവ എന്നാണ് അതും പറയപ്പെടുന്നുണ്ട്. വിഷ്ണു ഈസ് ഫൗണ്ട് ഇൻ ദ പ്ലേസ് വെർ ശിവ ഈസ് ഫൗണ്ട്. ശിവ ഈസ് ഫൗണ്ട് ഇൻ ദ പ്ലേസ് വെർ വിഷ്ണു ഈസ് ഫൗണ്ട്. അതായത് രണ്ടുപേരും ഒരേ സ്ഥലത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതായത് രണ്ടുപേരും ഒന്ന് തന്നെയാണെന്നാണ് ഈ ശ്ലോകവും പറയുന്നത്. യത്താം തരണ്യവശ്യാമി തത്താമേ സ്വസ്ഥിരായുഷി എന്നും പറയുന്നു. വി ആർ വൺ ആൻഡ് ദ സെയിം എന്നാണ് അതിൻ്റെ അർത്ഥം. ശങ്കരൻ കോവിൽ തമിഴ്നാട്ടിൽ തെങ്കാശി ജില്ലയിലെ ശങ്കരനാരായണ കോവിൽ എന്ന ശങ്കരൻ കോവിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. തെങ്കാശിയിൽ നിന്ന് 50 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് ഈ സ്ഥലം. വലത്തുവശം ശിവനും ഇടത്തുവശം വിഷ്ണുവുമായുള്ള ശങ്കരനാരായണ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. BC 900 ഉഗ്രപാണ്ഡ്യൻ എന്ന രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ശൈവർ ആണ് ഇവിടെ കൂടുതലും വരുന്നത്. വൈഷ്ണവർ അധികവും ഇവിടെ വരാറില്ല. അതായത് വിഷ്ണു ഭഗവാന് വേണ്ടി പ്രത്യേക ഒരു പ്രതിഷ്ഠ ഇല്ലാത്തത് കൊണ്ടാണ് അവരിവിടെ വരാത്തത്. ശിവനും വിഷ്ണുവും ചേർന്ന ശങ്കരനാരായണ പ്രതിഷ്ഠ ഉണ്ട് താനും, അതിനെ അവർ അംഗീകരിക്കുന്നില്ല. അവർക്ക് വിഷ്ണുവിൻ്റെ തന്നെ ഒരു പ്രതിഷ്ഠ ഇല്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ഈ ശങ്കരനാരായണ സ്വാമിയെ കൂടാതെ ഇവിടെ ഭഗവാൻ ശിവൻ്റെ ഒരു നടയുമുണ്ട്. അതുകൂടാതെ പ്രധാനമായിട്ടും ഗോമതി അമ്മൻ എന്ന് പറഞ്ഞ പാർവതി, അതായത് ആദിപരാശക്തിയുടെ ഒരു നടയുമുണ്ട്. ഞങ്ങളിതാ ഇപ്പോൾ നിൽക്കുന്നത് ഗോമതി അമ്മാറിൻ്റെ നടയുടെ മുൻപിലാണ്. എൻ്റെ അമ്മയും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ആണ് നമുക്ക് പ്രസാദങ്ങളൊക്കെ, ക്ഷേത്രത്തിലെ പ്രസാദങ്ങളൊക്കെ ലഭ്യമാണ്. ഞങ്ങളെല്ലാം കുറേശ്ശെ വാങ്ങിച്ചു. അപ്പോൾ ആദിപരാശക്തി ആയിട്ടാണ് ഭഗവതി അവിടെ കണക്കാക്കുന്ന. അനേകം ആളുകൾ വന്ന് അവിടെ ദർശനം നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത് ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച പ്രസാദങ്ങളാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ പ്രസാദമല്ല, മറ്റു രീതിയിലുള്ള പ്രസാദങ്ങളൊക്കെയാണ്. എല്ലാം ഞങ്ങൾ കുറേശ്ശെ വാങ്ങിച്ചു. ഇത് പിന്നെ പാൽഗോവ, ശർക്കര ലഡു, അങ്ങനെയൊക്കെയുള്ള, പിന്നെ മുറുക്ക്, അങ്ങനെയൊക്കെയുള്ള പ്രസാദങ്ങളാണ് അവിടെ കിട്ടുന്നത്. നമ്മുടെ ഉണ്ണിയപ്പം പോലുള്ള ഒരു സാധനമുണ്ട്. പിന്നെ അതിരസം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മധുരപലഹാരങ്ങളും തട്ട, മുറുക്ക്, ഇങ്ങനെയൊക്കെയുള്ളതാണ് അവിടുത്തെ വഴിപാടായിട്ട് ലഭ്യമാകുന്നത്. അതുപോലെ പുളിയുതറ എന്നൊക്കെ പറഞ്ഞ ചോറും ശർക്കര ചോറും ഒക്കെ ലഭ്യമാണ് അവിടെ.
ആദി തപാസു എന്ന് പറഞ്ഞ ഉത്സവവും ഇവിടെയുണ്ട്. പവിത്രമായ ഒരു മണ്ണ് ഭഗവതിയുടെ നടയിൽ ലഭ്യമാണ്. അതിന് പട്ടുരുമൻ എന്ന് പറയും. അത് അസുഖങ്ങൾ മാറുവാനായിട്ട് നല്ലതാണെന്നാണ് പറയുന്നത്. നെറ്റിക്ക് തൊടുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഒരു തീർത്ഥക്കുളമുണ്ട്. അവിടെ കുളിച്ചാലും രോഗശാന്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത വളരെ നീളമുള്ള ഇടനാഴികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടാലും കൊതി തീരാത്ത വണ്ണമുള്ള ശില്പചാരുതയാർന്ന തൂണുകളും ഇടനാഴികളും നമ്മൾക്കിവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. ഇത് അമ്മയെയും കൂടെ കൂട്ടി അമ്മയുടെ പ്രായമായ കാലത്ത് അവിടെ പോകുവാനും ദർശനം നടത്തുവാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവിടെ വളരെ നീളത്തിലുള്ള ഷോപ്പിംഗ് സെൻറ്ററുകൾ കാണാൻ സാധിക്കും. ഇടനാഴികൾ മുഴുവനും കച്ചവടമാണ് 2 വശങ്ങളിലും. ഇവിടെ ഞങ്ങളൊരു ഇടനാഴിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. ഇതുപോലെ 4 വശത്തും വലിയ വലിയ ഇടനാഴികളുണ്ട്. പിന്നെ അതുകൂടാതെ 3-4 അമ്പലങ്ങൾ ചുറ്റിനും 3-4 പ്രാവശ്യം നമുക്ക് ചുറ്റി നടക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇത് ഞങ്ങളൊരു സ്ഥലത്ത് ക്ഷീണിച്ചങ്ങ് ഇരിക്കുകയാണ്. നടന്ന് ക്ഷീണിച്ചിരുന്നു. ഞാൻ നടന്നു വരികയാണ്. അമ്മയെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയതിന് ശേഷം ഇടനാഴി നോക്കൂ, പുറകിലേക്ക് നോക്കൂ, എത്ര നീളത്തിലുള്ള ഇടനാഴികളാണ്. ഈ തൂണുകളൊക്കെ വളരെ മനോഹരമായ വ്യാളീമുഖങ്ങളാണ് മുകൾ വശത്ത് കാണുന്നത്. പിന്നെ പുറമേയുള്ള അടുത്ത ചുറ്റിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഗോശാലയാണ്. അതുപോലെ നടക്കിരുത്തിയിരിക്കുന്ന കാളക്കുട്ടികളെയും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവർക്കെല്ലാം അവിടെ സംരക്ഷണം നൽകുന്നുണ്ട്. ഒരു ഗോശാലയാണ്, പശുക്കളുമുണ്ട്. ധാരാളം ചുറ്റി നടന്ന് കാണുവാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ മുൻപോട്ട് പോയി കാണുന്നത് ദൃശ്യങ്ങൾ ഓരോന്ന് വളരെ നമുക്ക് ആകർഷകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വളരെ പഴയ ഒരു ആൽമരമാണ് അവിടെ ഉള്ളത്. അതിനെ പ്രദക്ഷിണം വെച്ച് വരുന്നു. അതുപോലെ തന്നെ വളരെ പഴക്കമേറിയ മറ്റൊരു വേപ്പ് മരവും ഇവിടെയുണ്ട്. ഇതിനെല്ലാം രോഗപ്രതിരോധ ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഒരു വേപ്പ് മരമാണിത്. അപ്പോൾ അങ്ങനെ പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ഇടനാഴികളുടെ നീളം നോക്കൂ, അതാണ് നമ്മൾ നോക്കേണ്ടത്. നടന്ന് കുറേ നടക്കണം. ഇത് അമ്പലത്തിൻ്റെ പുറത്തുള്ള ഏറ്റവും പുറമേയല്ല, അകത്തുള്ള ഇടനാഴിയാണ്. അപ്പോൾ ഇവിടെ ഈ ഭഗവതി ഇതിപ്പോൾ ഷോപ്പിംഗ് സെൻ്ററാണ് പുറമേയുള്ള. അവിടെയൊക്കെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം കൊണ്ട് ഇവിടെ ഭഗവതിയുടെ മുൻപിൽ ഒരു ശ്രീചക്രം ഉണ്ട്. അവിടെ ഈ മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ 40 ദിവസം വന്ന് ഭജന വിരിക്കുകയും അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല രസമാണ്. കാരണം അവർക്ക് ഭക്തിയേക്കാൾ ഉപരി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു നടക്കാനല്ലേ ആഗ്രഹം. കുഞ്ഞുങ്ങൾക്കെല്ലാം വാങ്ങിക്കാനൊക്കെ ധാരാളം സാധനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ധാരാളം സാധനങ്ങളുണ്ട്. ഞാനും കുറേയൊക്കെ പർച്ചേസ് ചെയ്തു. കാരണം ഇവിടെ വന്നാൽ പിന്നെ എപ്പോഴും പോകാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പർച്ചേസിങ് നടത്താം, ഭഗവാനെ ദർശിക്കാം. പിന്നെ ഇത് പൂ മാർക്കറ്റാണ്. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് പൂ മാർക്കറ്റ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വ്യാപാരമാണ്, തകൃതിയായിട്ടാണ് നടക്കുന്നത്. പൂക്കൾ തൂക്കി കച്ചവടം ചെയ്യാണ്. പലതരത്തിലുള്ള പൂക്കളാണ്. ഞങ്ങളതിനിടെ ഇടയിലൊന്ന് പോയി ഒന്ന് കാണാമെന്ന് വെച്ച്. ഭയങ്കര റഷായിരുന്നു. ഇതിപ്പോൾ ഈ ഞങ്ങൾ നിൽക്കുന്ന ഭാഗം മാത്രമല്ല, അതിൻ്റെ 2 വശത്തും പൂ മാർക്കറ്റുകളാണ്. ധാരാളം തരത്തിലുള്ള പൂക്കൾ. ഈ പറഞ്ഞ ശങ്കരൻകോവിൽ ഭാഗത്ത് തോട്ടങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നിന്നുള്ള പൂക്കളാണ്. ജമന്തി പൂക്കളൊക്കെ വലിയ വലിപ്പമുള്ള ജമന്തി പൂക്കളാണ് വന്നിരിക്കുന്ന. റോസാപ്പൂവ് എന്ന് പറയേണ്ട എല്ലാ തരത്തിലുള്ള പൂക്കളും ഉണ്ട്. മുല്ലപ്പൂ 10:30 കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. അത്രയും സമയം ഞങ്ങൾക്ക് തിരിച്ചു വരണമല്ലോ. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ട് നമുക്ക് മതിയാവുന്നില്ല. പക്ഷെ നമ്മൾക്ക് അവിടെ അവർക്കൊരു ബുദ്ധിമുട്ടാകരുതല്ലോ നമ്മളവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞ് സാരമില്ല, നിന്നോളൂ, എടുത്തോളൂ വീഡിയോ എന്നൊക്കെ പറഞ്ഞു. എങ്കിലും നമ്മൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അവരെ ശല്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കാരണം തകൃതിയായിട്ട് വ്യാപാരം നടക്കുകയല്ലേ. ഇതേപോലെ തന്നെ 2 സൈഡിലും ഉണ്ട് ഇഷ്ടം. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. നോക്കൂ, അങ്ങോട്ട് ഇടനാഴി പോലെ കിടക്കുന്നത് കണ്ടോ. ഭയങ്കര വ്യാപാരമാണ്. ഈ പൂക്കളെല്ലാം കേരളത്തിലേക്കൊക്കെ വരുന്ന പൂക്കളാണ്. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നാണല്ലോ കേരളത്തിലധികം ഇങ്ങനെയുള്ള പുഷ്പങ്ങളൊക്കെ വരുന്നത്. ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു. ആഗ്രഹം തീരെ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് എന്നിട്ടും വരാൻ മനസ്സില്ല. ഞങ്ങൾ പിന്നെയും അവിടെ നിൽക്കുക. പിന്നെ എന്തായാലും ഇനി അടുത്തൊന്നും വരവില്ലല്ലോ. അതുകൊണ്ട് കുറേ നേരം കൂടെ നിൽക്കാമെന്ന് കരുതി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വരാൻ പോവുകയാണ്. പൂ മാർക്കറ്റും കണ്ടു. ഇത് ശങ്കരൻകോവിൽ ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് ഈ പൂ മാർക്കറ്റ്. ഞങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇനി നമ്മൾ വേറൊരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. അടുത്തതായിട്ട് പോകുന്ന സ്ഥലം കഴുകുമലയാണ്. കഴുകുമലയിലേക്കുള്ള യാത്രയാണ് ഇത്. മനോഹരമായ
റോഡുകളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റോഡ് കണ്ടു കഴിഞ്ഞാൽ. രണ്ട് വശത്തും ധാരാളം ചെടികളാണ്. ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം തന്നെ പ്രയോജനമുള്ള വൃക്ഷങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പോലെ അക്കേഷ്യയും വാകയൊന്നുമല്ല, ഇവിടെ പുളിയും വേപ്പും ഒക്കെയാണ്. ഇനി ഒരു ചെറിയ പാചകം. ഇത് നമ്മളിന്ന് ഒരു അലേ എന്ന് പറയുന്ന ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. അലേ എന്നാണ് അതിൻ്റെ പേര്. ഇത് ഒരു തൊട്ടുകറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഗൗഡ സാരസ്വത ബ്രാഹ്മിൻസ്, അതായത് കൊങ്ങിണിമാരുടെ ഒരു വിശേഷ അവസരങ്ങളിലെ ഒരു വിഭവമാണ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ, ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ അല്പം കടുകും ജീരകവും കൂടെ ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആണ് ഇത് ചെയ്യുന്നത്. അപ്പം വേണ്ട സാധനങ്ങൾ: വെളിച്ചെണ്ണ, ജീരകം, കടുക്, ചെറുതായിട്ടരിഞ്ഞ പച്ചമുളക്, കൊത്തിയരിഞ്ഞ ഇഞ്ചി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, നാളികേരം. ഒരു പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക്, ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടുക. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടുക. എന്നിട്ട് ഇതൊന്ന് കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി ജീരകം മൂക്കുകയും ചെയ്തു. അതിലേക്ക് നമ്മളൊരു 5 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് ഇടുക. അതോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുക. നാളികേരം ചിരകുമ്പോഴേ ഇങ്ങനെ അടലായിട്ടുള്ളത് മാറ്റി വെച്ചോളുക. ഇങ്ങനെ നന്നായിട്ട് ചിരകിയെടുത്തതെടുത്ത് ഒരു അരമുറി കഷ്ടിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നാളികേരം മിക്സിയിലേക്ക് ഇട്ട് തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം മറ്റൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് അരച്ചെടുക്കട്ടെ. അപ്പോഴത്തേക്ക് മുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂക്കും. ഞാനിത് അരച്ചുകൊണ്ട് വരാം. നാളികേരം നന്നായിട്ട് അരച്ചെടുത്തു. ഞാനിനി ഇത് വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി അതെല്ലാം വഴറ്റി വെച്ചിട്ടില്ലേ, അതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അരച്ച നാളികേരം ഇങ്ങോട്ട് ചേർത്തു. എന്നിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക, ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കണ്ട, ഒന്ന് പത വരുന്നത് വരെ നമ്മൾ ചൂടാക്കി എടുക്കുക. ചെറുതായിട്ട് പത വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കരുത്, അപ്പോൾ അത് വേറെ സ്വാദായിപ്പോവും. ചെറിയതായിട്ട് പത വരിക ഇങ്ങനെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുക്കുക. എടുത്ത് ഞാൻ അതാ പത വന്നിട്ടുണ്ട്. ഇത്രയും മതി തിളയ്ക്കുന്നത്, ഒരുപാട് വെട്ടി തിളയ്ക്കരുത്, സ്വാദ് മാറിപ്പോവും. അപ്പോൾ തന്നെ ബർണർ ഓഫ് ആക്കുക. എന്നിട്ട് ഇത് വാങ്ങി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്. ഞാൻ സ്റ്റവിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. ഒരു 6 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈര്, ഉടച്ചെടുത്തത്, വെള്ളം ചേർക്കാത്തത് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ വാങ്ങി വെച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂണ് തൈര് ചേർക്കുകയാണ്. 3, 4, 5, 6 ടേബിൾ സ്പൂൺ. കാരണം ഞാൻ എടുത്ത നാളികേരത്തിന് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു അരമുറി നാളികേരമാണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഒരുപാട് ലൂസ് ആകരുത്, ഒന്ന് ഒരുപാട് കട്ടിയാകരുത്. അങ്ങനെ ഒരു തൊടുകറിയായിട്ടാണ് ഇതാ ഇങ്ങനെ വിളമ്പാൻ പറ്റണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ പോവാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ല എരിവൊക്കെയുള്ള ഒരു കറിയാണ് ഇത്. പിന്നെ ഇതിന് ശേഷം നമ്മൾ കുറച്ച് കരിവേപ്പില ഇടുക. ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ്. ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു കറി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവരുടെ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ വിശേഷാവസരങ്ങളിലെ ഒരു തൊട്ടുകറിയാണ് ഇത്. ഞാൻ സ്വാദൊന്ന് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നന്നായിട്ടുണ്ട്, എല്ലാം പാകമാണ്, നല്ല ടേസ്റ്റ്. ഇത് ചോറിനോടൊപ്പം മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയോടൊപ്പം ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതായത് വലിയ പുളിയുള്ള തൈര് എടുക്കരുത്, ഒരു ആവറേജ് പുളിയാകാം. അപ്പം നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ അത് എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റാൻ പോകും. ഇത് സെർവ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നു. ഇത് പുളിശ്ശേരിയെക്കാട്ടിലും കിച്ചടിയെക്കാട്ടിലും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അതിന് പ്രധാന കാരണം ഇഞ്ചിയും പച്ചമുളകും അതിൽ കിടന്ന് വഴറ്റുന്നു. അതിൻ്റെ ആ സ്വാദ് വരുമ്പോൾ അസല് കറിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. ഇനിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ.